ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരു മണി പൊന്മാല, കുന്നിക്കുരു മണി പൊന്മാല, കുന്നിക്കുരു മണി പൊന്മാല. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ 1ാം വേദിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ചലച്ചിത്ര പിന്നണി ഗായികയും നാടകത്തിൽ 5 വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശുഭ രഘുനാഥ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചിയുടെ ശിഷ്യ ഇന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ആ സന്തോഷ മുഹൂർത്തത്തിലാണ് നമുക്കിനി. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ചേച്ചി ആദ്യം ഒരു ശിഷ്യയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് നേടിയത്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും കലോത്സവ വേദികളിൽ കൂടെയാണ് കലാരംഗത്തെ രംഗപ്രവേശനം ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു കുട്ടികളുമായിട്ട് പഴയ കലോത്സവം എങ്ങനെ ഓർമ്മയിലൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷിച്ച ദിവസങ്ങളാണ് ഈ സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്റെ കുട്ടികളുമായിട്ട് ശിഷ്യഗണങ്ങളുമായിട്ടും ഈ വേദിയിൽ എന്റെ മകൻ പാടും, മകനുമായിട്ടും പിന്നെ കലോത്സവ വേദികളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോനിപ്പോ ഡിഗ്രി ആയി. അപ്പം ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് കുട്ടികള് പാടുന്നുണ്ട്. എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട് ഗായിക എന്ന ലെവലിൽ? എത്ര വർഷം കൊണ്ട്? കറക്റ്റായിട്ട് പറഞ്ഞാൽ 30 വർഷമായി ഞാൻ റെക്കോർഡിംഗ് മേഖലയിൽ സംഗീത രംഗത്ത് സ്റ്റേജ് ഷോയും റെക്കോർഡിങ്ങും എല്ലാം കൂടെ. അല്ലല്ലേ, ഈ നാടകത്തിലെ അനുഭവം ഒന്ന് പറയാമോ? നാടകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗായിക എന്നുള്ള പേര് കേട്ടുന്നത് ചേച്ചിയുടെ പേരാണ്. അതാണ് ഉദ്ദേശിച്ചത്. നാടകത്തിന്റെ ഒരു അനുഭവം. നാടകം എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ജീവനാണ്. അതിലെ പാട്ടുകളും അത് പറഞ്ഞു തരുമ്പം ഗുരുക്കന്മാര് പറഞ്ഞു തരുമ്പം ഏകദേശമൊക്കെ ആ ഒരു സിറ്റുവേഷൻ നാടകത്തിൽ കൂടുതലും അങ്ങനെയാണല്ലോ, സിറ്റുവേഷന് പ്രാധാന്യമുണ്ടല്ലോ. അപ്പം ആ സിറ്റുവേഷനുമായിട്ട് യോജിച്ച് ഏകദേശമൊക്കെ വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ അവരൊക്കെ തന്ന വലിയൊരു പിന്തുണ, പിന്നെ ആലപ്പി വിവേകാനന്ദ മാഷ്, അതുപോലെ അഞ്ചൽ ഉദയകുമാർ സാറ്, അവരൊക്കെ അടക്കമുള്ള ഗുരുക്കന്മാർ, പിന്നെ എൻ്റെ സംഗീത ഗുരു പന്തളം ജി പ്രദീപ് കുമാർ സാറ്, എല്ലാവരും ഗുരുക്കന്മാരെല്ലാവരും തരുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. ജാനകി വല്ലഭ നമസ്തേ നമസ്തേ, ശ്രീ 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 ജാനകി വല്ലഭ നമസ്തേ. അതിപ്പോ ചെറിയൊരു ആക്സിഡന്റ് ചേച്ചിക്ക് പറ്റിയെന്ന് പറയാം. അതിനെയൊക്കെ അതിജീവിച്ച് സംഗീതത്തിലേക്ക് ഇപ്പോഴും വീണ്ടും തിരിച്ചു. ഇപ്പൊ ആ കാലയളവ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? കുറച്ച് ബ്രേക്ക് വേണ്ടി വന്നു. പക്ഷെ സംഗീതമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മരുന്നാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടെ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടോരോ പൂവിൻ കവിൾ തൊടുത്തു. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടോരോ പൂവിൻ കവിൾ തൊടുത്തു. കാണുന്ന നേരത്ത് മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പൂ.
നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. അല്പനേരം നിങ്ങളുടെ സമയം ചെലവാക്കാൻ കഴിയൽ വളരെ സന്തോഷം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് സംഗീതത്തിൽ ശിക്ഷകണങ്ങൾക്ക് ചേച്ചിക്ക് എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.